ലാലേട്ടൻ തുടരും. എമ്പുരാൻ എന്ന സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫൈനലി തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഒരു ഫുൾ ഓൺ ഫാൻ ബോയ് സിനിമ. ഫാമിലി, ഡ്രാമ, ഇമോഷൻസ്, ത്രിൽ, മാസ് എലമെന്റ്സ് എല്ലാം അടങ്ങിയ ഒരു കിഡിലൻ പാക്കേജ്. ഈ ഫാൻ ബോയ് സിനിമ എന്ന് പറയുമ്പോൾ ഫാൻസിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഈ പഴയ ലാലേട്ടന്റെ സിനിമകളിലെ റെഫറൻസുകളും സെൽഫ് ട്രോൾ എന്ന കുറെ ഡയലോഗുകളും കോമഡിയും ഇതൊക്കെ രസമാണ്. ബട്ട് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ഫ്രഷ് ആയ സ്ക്രീൻ പ്ലേയിലും മോഹൻലാൽ ആഡ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ആക്ടറിനെയും ആ ഒരു സ്റ്റാറിനെയും കംപ്ലീറ്റ്ലി പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് തരുൺ മൂർത്തി എന്ന ഡയറക്ടർ. എനിക്ക് തോന്നുന്നുള്ള ഒപ്പം എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും രസമായിട്ട് മോഹൻലാൽ എന്ന ആക്ടറിനെ വേറൊരു ഡയറക്ടറും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ആ സിനിമയിലെ മെമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഭ്രമരം, തന്മാത്ര, ആ റേഞ്ച് ഓഫ് ആക്ടിംഗ് പോലും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ചിരിച്ച് രസിച്ചിരിക്കുന്ന ലാലേട്ടനെ കാണാം, നെഞ്ചുപൊട്ടി കരയുന്ന ലാലേട്ടനെ കാണാം, വില്ലന്മാർ ഇടിച്ചു തൂക്കുന്ന ലാലേട്ടനെ കാണാം. ഷൺമുഖം എന്ന ക്യാരക്ടറായിട്ട് ലാലേട്ടൻ ജീവിച്ചു എന്ന് തന്നെ പറയാം. ഇനി മോഹൻലാൽ അഭിനയിക്കാൻ അറിയില്ല, മുഖഭാവങ്ങൾ വരില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഉത്തരം കൂടെയാണ് ഈ ഒരു സിനിമ. എല്ലാവരും തന്നെ പോയി കാണുക, വിറ്റ്നസ് ചെയ്യുക. ലാലേട്ടന്റെ ഗംഭീര പെർഫോമൻസിന് ശേഷം വേറെ ഞെട്ടിച്ച പെർഫോമൻസ് ആയിരുന്നു പ്രകാശ് വർമ്മ എന്ന ഡെബ്യൂ ആക്ടറിന്റെ പെർഫോമൻസ്. ഒരു രക്ഷയില്ലായിരുന്നു. വേറെ ലെവലായിട്ട് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും ഒരു ഫുൾ ഫ്ലെഡ്ജ് റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഗംഭീര ക്യാരക്ടേഴ്സ് തന്നെ ഈ ഒരു വ്യക്തി കിട്ടട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. തിയേറ്ററിൽ നിന്ന് കിട്ടിയായിരുന്നു ശരിക്കും നമ്മളൊക്കെ ഒന്ന് പൊട്ടിച്ചേനെ. അങ്ങനെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. ബിനു പപ്പു വേറൊരു വില്ലൻ വേഷമാണ് അതിൽ കൈകാര്യം ചെയ്യുന്ന പോലീസ് വേഷം തന്നെയാണ്. പക്ഷെ ചെറുതായിട്ട് ദൃശ്യത്തിലെ കലാഭവൻ ഷാജോന്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശോഭന ലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ആണെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലളിതയാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ തോമസ് മാത്യു, മണിയംപിള്ള രാജു, അർഷ ബൈജു, ഫർഹാൻ ഫാസിൽ, അമൃത വർഷിനി ഇവരെല്ലാം ഇവർ കിട്ടിയ റോൾസ് വളരെ ജസ്റ്റിസോടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. KR സുനിലും തരുൺ മൂർത്തി ഒന്നിച്ചാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ല സ്ക്രീൻ പ്ലേ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ വളരെ നന്നായിരുന്നു. ആ ഒരു മിസ്റ്ററിയും ആ ഒരു ത്രില്ലും ഇമോഷൻസും എല്ലാം വളരെ വെൽ പാക്കേജ്ഡ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് ഹാഫിൽ തന്നെ കൈവിട്ട് പോകുന്ന കുറെ നിമിഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ബാലൻസോടെ തന്നെ ഈ കൂട്ടരെ കൈകാര്യം ചെയ്തത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു നല്ല സ്ക്രീൻ പ്ലേക്ക് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുത്ത് തന്നെയാണ് തരുൺ മൂർത്തി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ദൃശ്യം പോലത്തെ സിനിമയൊന്നും അല്ല ഇത്. ദൃശ്യം എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ന്യൂ മൂവി തന്നെയാണ്. തരുൺ മൂർത്തി ഏതായാലും ഒരു ജീനിയസ് തന്നെയാണ്. ഫാമിലി ഡ്രാമ എന്ന് പ്രതീക്ഷിച്ചപ്പോൾ എല്ലാവരും ഞെട്ടും. ബിക്കോസ് ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഏതായാലും ഈ ലോ കീ പ്രൊഫൈൽ കീപ്പ് ചെയ്തതും ഈ ലോ ഹൈപ്പ് കീപ്പ് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് തോന്നിയത്. ഏതായാലും ഈ ഒരു സിനിമ ബോക്സ് ഓഫീസ് തൂക്കും, അല്ലെങ്കിൽ സിനിമ തൂക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തരുൺ മൂർത്തിയുടെ പ്രീവിയസ് സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി തന്നെ കാണുക. സൗദി വെള്ളയ്ക്ക, ഓപ്പറ ഹിജാബൊക്കെയാണ് ആളുടെ മുൻപ് സിനിമകൾ. എല്ലാം വളരെ കണ്ടന്റ് ഡ്രിവൺ നല്ല സിനിമകൾ തന്നെയാണ്. എല്ലാം നല്ല മെസ്സേജോടെ തന്നെയാണ് അവസാനിക്കാറ്. ഇതിലും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ തരുൺ മൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ആ സിനിമയ്ക്ക് ചേർന്ന നല്ല വിഷ്വൽസ് തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് വളരെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കുറച്ച് ഡൗൺ ആവുമെങ്കിലും പെട്ടെന്ന് തന്നെ പേസ് പിക്കപ്പ് ചെയ്ത് വരാൻ സാധിച്ചിട്ടുണ്ട്. ജെക്സ് ബിജോയുടെ സോങ്സ് നോട്ടബിൾ ആയിരുന്നെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം കുറച്ച് വീക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ജെക്സ് ബിജോ ക്യാൻ ഡു ബെറ്റർ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മറ്റേ സലാറിലെ യാ 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 ആ ഒരു സംഭവം ട്യൂണൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത പോലെ തോന്നിയായിരുന്നു. വെരി വെൽ എക്സിക്യൂട്ടഡ് ആക്ഷൻ സീക്വൻസസ് ആയിരുന്നു സിനിമയുടെ. പിന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസസും മാസ് സീക്വൻസസിലും മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ്, കരിസ്മ എല്ലാം അടിപൊളിയായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫിൽ ഈ ദൃശ്യം എലമെന്റ്സ് കുറച്ച് വരുന്നുണ്ട്. അവിടെ നമുക്കൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നസ് ഇല്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ പെട്ടെന്ന് തന്നെ ഡയറക്ടർ റൈറ്ററിന് ആ ഒരു ഗിയർ ടേൺ ചെയ്യാൻ സാധിച്ചുകൊണ്ട് നന്നായിരുന്നു. പിന്നെ വേറൊരു പേടി ഉണ്ടായത് ഈ സിനിമയുടെ റൺ ടൈം ആയിരുന്നു. 2 മണിക്കൂർ 46 മിനിറ്റ്. അതും നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ട് ഈ ടീം. ഓവറോൾ ഒരു അടിപൊളി സാറ്റിസ്ഫൈങ് ഇമോഷണൽ ത്രില്ലർ സിനിമ തന്നെയാണ് തുടരും. ടിഷ്യൂ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ പോവാം. കണ്ണു നിറയാനും കരയിക്കാനും സാധ്യതയുള്ള സിനിമ കൂടിയാണത്. പിന്നെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നൊന്നുമില്ല. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഹി ഗേവ് ഹിസ് യൂഷ്വൽ ബെസ്റ്റ്.